സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലെ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഉഷാറോട് നിൽക്കുകയാണ്. സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കമോൺ. താണ്ഡവം ലാലേട്ടൻ്റെ ഒരു മാസ് ചിത്രമായിരുന്നു. കാശിനാഥൻ എന്നൊരു കഥാപാത്രമാണ് ലാലേട്ടൻ ചെയ്തത്. കാശിനാഥൻ ശങ്കർദാസിനോട് പറയുന്ന ഒരു മാസ് ഡയലോഗാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആരൊക്കെ കാശിനാഥനാകും ശങ്കർദാസ് ആകുമെന്ന് നമുക്ക് നോക്കാം. കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃശ്ശൂർ ഫുൾ എനർജിയാണ്, ഫുൾ ഓണാണ് അല്ലേ? ഒരുപാട് സുന്ദരികളും കുറച്ച് സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു കാലക്കം കൊണ്ട് കലക്കാൻ പോകുന്നു. അപ്പൊ ആദ്യമായി ഞാൻ അതിനുവേണ്ടി വിളിക്കുന്നു മിസ്റ്റർ അഭിരാം. അഭിരാമേ, നമുക്ക് അങ്ങോട്ട് തുടക്കം കുറിക്കാം അല്ലേ? തുടങ്ങാം. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഫൈനൽ ഇയർ ബികോം. സിനിമ കണ്ടതാണോ നമ്മൾ ഈ പറയാൻ പോകുന്നത്? അങ്ങോട്ട് പൊളിച്ചാലോ? റെഡി, ആക്ഷൻ. എന്താ ശങ്കര, സംഗതി സ്ട്രോങ് അല്ലേ? സ്ട്രോങ് അല്ലേ? സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആയിട്ട് പറയൂ. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി. എന്താ ശങ്കര, സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാം പാണ്ടിനാട്ടിൽ നിന്ന് കൊണ്ട് കഷ്ടം. എന്താ മന്ത്രി പുങ്കവ? മന്ത്രി പുങ്കവ. ചെമ്പാവരിയും പച്ചമുളകും കരിവേപ്പിലയും മാത്രമല്ല, അടിക്കാരെയും കപ്പലുകളെയും ഇമ്പോർട്ട്. എന്ത് കപ്പല്? പച്ചക്കപ്പല്. പച്ചയിലൊക്കെ പിടിച്ചു കിടക്കുകയാണല്ലോ. കാട്ടുകപ്പലും ഇമ്പോർട്ട് ചെയ്താലേ മലയാളി മാമന്മാർക്ക് ഹാപ്പി ആവും. നേർക്കുനേരെ നിന്ന് പൊരുന്നവർക്ക് ആവശ്യത്തോളം തല്ലുകൊടുത്ത് കഴിഞ്ഞ് കസേര വലിച്ചിട്ട് ഒരു ലാർജും കൊടുത്തിട്ട് കാശിനാഥൻ വിടൂ. എന്തിനാണത്? എന്തുകൊണ്ടാ? ആണത്തത്തോടുള്ള ആദരവ്. കൂലിത്തലിന് ഇരുട്ടടിക്കുന്നു, പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന തന്നെ പോലെയുള്ളവർക്ക് കാശിനാഥന്റെ കയ്യിൽ മരുന്ന് വേറെയാ. മന്ത്രി രാജിച്ചു. പണിപ്പോ അതെനിക്ക് മനസ്സിലായോ? ശങ്കർദാസ് പത്രം കാണിച്ചിട്ട് പറയുന്നില്ല, ഇനി അത് പറയൂ. മന്ത്രി ശങ്കർദാസ് രാജിവെച്ചിരിക്കുന്നു. അല്ലേ? അതെപ്പോ സംഭവിച്ചു? നീ പറഞ്ഞ സത്യമാണോ? ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, നമുക്കിത് അഭിനയിച്ച് കാണിക്കണം. ഇപ്പൊ നിന്നെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് പറയിപ്പിച്ചതാണ് നമ്മൾ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ബ്രെയിനിൽ കയറിയിട്ടുണ്ടോ സാധനം? ഇനി അഭിനയിച്ച് കൈയൊക്കെ ചൂണ്ടി നിനക്ക് നടന്നൊക്കെ സാധാരണ ക്യാമറ നോക്കി പറയണം, നല്ല ബോൾഡായിട്ട്. ലാലേട്ടൻ അത് ചെയ്ത് കണ്ടില്ലേ? അതേ കണക്ക് അങ്ങോട്ട് തുടങ്ങട്ടെ. റെഡി, ആക്ഷൻ. എന്താ ശങ്കര, സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാൻ തമിഴ്നാട്ടിൽ നിന്ന് ഗുണ്ടയോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേൾക്കത്തില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഗുണ്ടയോ? പാണ്ഡ്യനാട്ടിൽ നിന്ന് ഗുണ്ടയോ? എന്റെ ദൈവമേ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കാശിനാഥനെ തല്ലാം പാണ്ഡ്യനാട്ടിൽ നിന്ന് ഗുണ്ടയോ? കഷ്ടം. എന്താ മന്ത്രി പുങ്കവ? ചെമ്പാവരയും പച്ചമുളകും കരിവേപ്പിലയും മാത്രമല്ല, അടിക്കാരെയും കാട്ടുകപ്പൽ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ മന്ത്രി മാമന്മാർക്ക് ഹാപ്പി ആവൂ, മലയാളി മാമന്മാർക്ക് ഹാപ്പി ആവൂ. നേർക്കുനേരെ തല്ലാൻ വരുന്നവനെ ആവശ്യത്തോളം കൊടുത്തിട്ട് തല്ലു കൊടുത്തിട്ട് ഒരു കസേര വലിച്ചിട്ട് ഒരു ലാർജും കൊടുത്തിട്ട് കാശിനാഥൻ വിടും. ആണത്തത്തിനോടുള്ള ആദരവ്. പക്ഷെ തന്നെ പോലെയുള്ള ഇരുട്ടടിക്കാരെയും പിന്നെ കൂലിത്തല്ലുകാരെയും ചരട് വലിക്കുന്നവർക്കുള്ള മരുന്ന് കാശിനാഥന്റെ കയ്യിൽ വേറെയാ. ശങ്കർദാസ് റിസൈൻ. മന്ത്രി ചേർപ്പുങ്കൽ ശങ്കർദാസിന്റെ ജാതകം ഇനി മുതൽ മാറി തുടങ്ങി. തന്റെ വീരചരിതം ഇനി ഓരോന്നായി നാട്ടുകാരുടെ മുന്നിൽ നാട്ടുകാർ എറിഞ്ഞു തുടങ്ങും. ഇന്നോളം ചെയ്തു കൂട്ടിയ സകല പാപങ്ങളെയും ദൈവത്തിന്റെ മുന്നിൽ വീഴുന്നതായിരിക്കും. അല്ല, പൊളിഞ്ഞു വീഴുന്നതായിരിക്കും. മോനെ ശങ്കര, തന്റെ സൂര്യാസ്തമയത്തിന്റെ
സമയമായിരിക്കുന്നു. അല്ല, സമയമല്ല, അയ്യോ, ഇനി നിന്റെ അസ്തമയമാണ്, ഇരുട്ടും മുമ്പേ അതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് കാശിനാഥൻ. വന്ദേ മാതരം. ഇത് സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞ ഒരു വന്ദേ മാതരം. വന്ദേ മാതരം. ആദ്യം നോക്കി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. വന്ദേ മാതരം. ഓക്കെ. എന്താ പേര്? നിവേദിത. എവിടെയാണ് നിവേദിതയുടെ നാട്? കണ്ടശങ്ങളൂർ. കണ്ടശങ്ങളൂർ. ആ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ? ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? BA മലയാളം തേർഡ് ഇയർ. ഡയലോഗ് പറഞ്ഞാൽ മതി. എന്താ ശങ്കര, ഹോ കഷ്ടം തന്നെ. സോറി. നിർത്തടാ. എന്താ ശങ്കര, ഇപ്പൊ സംഗതി സ്ട്രോങ് അല്ലേ? കാശ്നാഥൻ തന്നെ പാടുന്നാട്ട് ആളുകളോ? ഹോ. എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. കാശ്നാഥനെ തല്ലാൻ പാടുന്നാട്ടിന്ന് ആളുകളോ? ഹോ കഷ്ടം. പച്ചമുളകും ചെമ്പാവരിയും കറിവേപ്പിലയും അങ്ങോട്ട് മാറിപ്പോയി, കുഴപ്പമില്ല. ആടിച്ചു. ചെമ്പാവരിയും ഉഴുന്നു കൂടെ എന്നോട് ഇട്ടാട്ടി നമുക്ക് ദോശയായിട്ട് എടുക്കാം. ഉറപ്പിക്കല്ലേ സാറേ? ചെമ്പാവരിയും പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പിലയും മാത്രമല്ല അടിക്കാരയും കാട്ടുകപ്പലും ഇമ്പോർട്ട് ചെയ്താലേ മലയാളി മാമാർക്ക് ഹാപ്പി ആവും. നേർക്കും നേരെ വന്ന് പൊടുത്തുന്നവന് ഒരു ലാർജും കൊടുത്ത് കസേര ഇട്ടിരുത്തി സംഭവം അങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. അത് പുള്ളിയുടെ വരച്ചിട്ടാ. അത് കുഴപ്പമില്ല കേട്ടോ. ആ നേർക്കും നേരെ വന്ന് പൊടുത്തുന്നവന് തല്ലും കൊടുത്ത് കസേര ഇട്ടിരുത്തി ലാർജും കൊടുത്ത കാശ്നാഥന്റെ ശീലം. പക്ഷേ ആണത്തോടുള്ള അതൊരു ഇത് വലിയ പുള്ളിയാട്ടോ, നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല. പക്ഷെ നിന്നെ പോലെ കൂലിത്തല്ലിനും ഇരുട്ടടിക്കും ചരടി വലിക്കുന്നതല്ല കാശ്നാഥന്റെ ശീലം. അതിന് വേറെ മരുന്നുണ്ട് കാശ്നാഥന്റെ കൈ. ഇപ്പൊ മനസ്സിലായോ? റിസൈനിങ് മന്ത്രിയല്ലേ? ശങ്കർദാസ് ചെറുപ്പുങ്കൽ. ശങ്കർദാസ് മന്ത്രി ചേർപ്പുങ്കൽ. മന്ത്രി ചേർപ്പുങ്കൽ ശങ്കർദാസ്. മന്ത്രി ചെറുപ്പുങ്കൽ ശങ്കർ. നിന്റെ ജാതകം മാറ്റിമറിക്കുന്നുള്ളത് എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്കിയത് തന്നെ, ഉപ്പാപ്പാക്കിയത് തന്നെ. പറഞ്ഞു കൊടുത്ത മക്കളെ, നിന്റെ ജാതകം മാറ്റിമറിക്കുന്ന വാർത്തക്ക് ഇന്ന് തുടക്കം. അല്ല പറ. നിന്റെ ജാതകം മാറ്റിമറിക്കുന്ന വാർത്തക്ക് ഇന്ന് തുടക്കം. ഞങ്ങൾക്കൊരു എപ്പിസോഡ് ചെയ്തിട്ട് പോകാൻ പറ്റൂ? ഇന്ന് മുതൽ ശങ്കർദാസിന്റെ വീരചരിത്രങ്ങൾ ഓരോന്നായി വാഴ്ത്തിപ്പാടും. വാഴ്ത്തിപ്പാടാൻ പറ്റിയ കാര്യമാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? നാട്ടുകാർ അറിഞ്ഞു തുടങ്ങും. ആദ്യകാലത്തിന്റെയും പടത്തിന്റെയും മുഷ്ടിയോളം മുഷ്കിനോളം നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, നിന്റെ സകല പാപങ്ങൾ ദൈവത്തിന്റെ കീഴിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ പറയുന്നത്? ദൈവത്തിന്റെ പേര് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഇല്ലേ? വന്ദേ ഭാരതം. വന്ദേ ഭാരത് അതൊരു ട്രെയിനല്ലേ? വന്ദേ മാതരം കൂടി ലാസ്റ്റ് വന്ദേ മാതരം. നിന്റെ അസ്തമയം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് മുമ്പ് അതൊന്നും ഓർമ്മപ്പെടുത്താൻ വന്നതാണ് ഞാൻ, കാശിനാഥൻ. പിന്നെ വേറൊന്നുമില്ലല്ലോ, പോട്ടെ. വന്ദേ മാതരം. അത് വന്ദേ ഭാരതാണോ? അല്ലല്ല, വന്ദേ മാതരം. ഉറപ്പാണോ? അടുത്തതായിട്ട് നമുക്കൊരു നാടൻ പാട്ട് കൂടെ കേട്ടിട്ട് അഭിനയത്തിലേക്ക് പോകാം. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്. വാ മോളിങ് വാ. ഇല്ല, ഞാൻ വരില്ല. ക്ലാസ്സിൽ ഇല്ല, LKG കുട്ടികളെ കൊണ്ടാക്കി നടക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എവിടെയാ നാട്? നാട് കൊടുങ്ങല്ലൂർ. അതാണ് ഇത്ര കോമഡി. കറക്റ്റ് പേരെന്താണ് ഇദ്ദേഹത്തിന്റെ? അനുപമ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ, അനിയൻ. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ പഠിക്കുന്നു. നമ്മൾ നാടൻ പാട്ടെന്ന് പറയുന്നത് നമുക്ക് വളരെ രസകരമായിട്ട് പാടിയാൽ എല്ലാവർക്കും ഒരു എനർജി കിട്ടുന്ന സാധനമാണ്. 4 പേര് നാടൻ പാട്ട് പാടുമ്പം എനിക്കുൾപ്പെടെ ഒരു എനർജി കിട്ടും. എനിക്ക് ഓർമ്മയില്ല നാടൻ പാട്ട്.
എന്നാ ഒരു മാപ്പിളപ്പാട്ട് പറഞ്ഞു. അല്ല പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതാണ്. ഓക്കെ, അപ്പൊ ഒരു മാപ്പിളപ്പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. നിഹബുരി മക്കാദിക്കതിലെ മതിമാര ഫാസിൽ തിങ്കളിലെ തിങ്കളി ചെൻകിടുവാകിടുമേ തികവാലി മങ്ക കദീജാന മങ്ക കദീജ പൊന്തലുമേ മഹഘോഷമാലിക മംഗളമേ മംഗള തട്ടുകളിട്ടതിലെ മഹിയെന്തും മറുക പൈശലുകള മഹിയെന്തും മറുക പൈശലുകളാൽ. നല്ല വോയിസ് ആണ്, മനോഹരമായി തന്നെ പാടി. പിന്നെ എന്ത് പറ്റി ഇങ്ങനെ ഒരു നാണക്കേടായിട്ട് നിൽക്കുന്നത്? നല്ലോണം പാടുന്നുണ്ട്. എല്ലാവർക്കും നല്ല വോയിസ് കിട്ടണമെന്നൊന്നുമില്ല ഇല്ലേ? ഉദാഹരണത്തിന് ഒരു പാട്ടത് പാടി കൊടുത്ത നന്നായി പാടി കേട്ടോ. അപ്പൊ നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം അല്ലേ? റെഡി, ആക്ഷൻ. എന്താ ശങ്കര, സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാൻ പാണ്ടി നാട്ടിന്ന് ഗുണ്ട. ഓ കഷ്ടം. എന്താ മന്ത്രി പുങ്കവ, ചെമ്പാവരിയും പച്ചമുളകും കരിവേപ്പിലയും മാത്രമല്ല അടിക്കാരയും കാട്ടുകപ്പലും ഇമ്പോർട്ട് ചെയ്താലേ മലയാളി മാമന്മാർക്ക് ഹാപ്പിയാകൂ. നേർക്ക് നേരെ പൊരുതുന്നവന് ആവശ്യം പോലെ തല്ല് കൊടുത്തു കഴിഞ്ഞു. ഒപ്പം കസാരയിൽ ഇരുത്തിയിട്ട് ഒരു ലാർജ് കൊടുത്തേ വിടൂ. കാശിനാഥൻ ആണത്തോടുള്ള ആദരവ്. പക്ഷെ കൂലിത്തല്ലിനും ഇരട്ടടിക്കും ചരട് വലിക്കുന്ന തന്നെ പോലുള്ള പോഴന്മാർക്കുള്ള മരുന്ന് അത് കാശിനാഥന്റെ കയ്യിൽ വേറെയാ. അതിപ്പോ മനസ്സിലായോ? അത് മനസ്സിലായോ? മതിയില്ലേ? ശങ്കർദാസ് റിസൈനിങ്. മന്ത്രി ചേർപ്പുങ്കൽ ശങ്കർദാസിന്റെ ജാതകം മാറ്റിമറിക്കുന്ന വാർത്ത ഇന്ന് തുടക്കം. ശങ്കർദാസിന്റെ വീരചരിതങ്ങൾ ഇന്ന് നാട്ടുകാരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അറിഞ്ഞു തുടങ്ങുന്നു. അറിഞ്ഞു തുടങ്ങും. അധികാരത്തിന്റെയും പണത്തിന്റെയും മുഷ്കിനോളം അല്ലേ? അധികാരത്തിന്റെയും പണത്തിന്റെയും മുഷ്കിൽ ഇന്നോളം നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കുള്ള ദൈവവിധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മോനെ ശങ്കര. ഇന്ന് നിന്റെ അസ്തമയമാണ്. അത് ഇരുട്ടു മുൻപ് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാണ് കാശിനാഥൻ. പിന്നെ വേറൊന്നില്ലല്ലോ. പോട്ടെ, വന്ദേ മാതരം. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം? കറക്റ്റ് പേരെന്താണ് നിന്റെ? ധനഞ്ജി. എവിടെ നാട്? എന്നോട് മോളെ മണ്ണൂത്തി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2. അപ്പൊ തുടങ്ങാമോ? റെഡി, ആക്ഷൻ. എന്താ ശങ്കര, എന്താ ശങ്കര, സംഗതി സ്ട്രോങ് ആണല്ലോ. കാശിനാഥനെ തല്ലം പാണ്ടി നാട്ടിന്ന് ഗുണ്ടേ. കഷ്ടം. മന്ത്രി പൂങ്കാവനം. മന്ത്രി പൂങ്കവ. മന്ത്രി പൂങ്കവ ചരിത്രം അല്ല, ചരിത്രത്തിൽ ഏത് ചരിത്രം? ചെരിപ്പച്ച, ചെടിപ്പച്ച, പച്ചമുളക്, കറിവേപ്പില, കാട്ടുകപ്പൽ. കാട്ടുകപ്പലിൽ കയറ്റി ഇടിച്ച്. അവനൊരു കഥ ഉണ്ടാക്കിയത് കേക്കട്ടെ. പെഗ് കൊടുത്ത്, ഒരു പെഗും കൊടുത്ത് ഇടിയും കൊടുത്ത് കാട്ടുകപ്പലിനകത്തിട്ട്. അതാണ് ആണത്വം. കാട്ടുകപ്പലിൽ കയറ്റി പെഗ് കൊടുത്ത് അവനെ ഇല്ലാതാക്കി ഒരു ഇടിയും കൊടുത്ത് വിടുന്നതാണ് ആണത്വം. എന്നിട്ട് നീ മന്ത്രിസഭ പിരിച്ചു വിടുവാണോ അതോ യോഗം കൂടുകയാണോ? നീ രാജിവെച്ചോ? എന്നിട്ട് പകരം എന്ത് പണിക്ക് പോകും രാജിവെച്ചിട്ട്? നിന്റെ കഥകളൊക്കെ നാട്ടുകാരറിയാം. എന്ത് വരുന്ന കഥ? പാപകഥകളൊക്കെ. എന്ത് പാപകഥകളായിരുന്നു? സൂര്യാസ്തമത്തിന് മുമ്പ്. എന്താണ്? സൂര്യാസ്തമയത്തിന് മുമ്പ് നിന്റെ കഥകളൊക്കെ നാട്ടുകാരറിയും. എന്ത് കഥയാണ് അത്? കൂലിത്തല്ലില ചരട് വലിക്കാനും. കൂലിത്തല്ല് ചരട് വലിച്ച കഥ. എന്നിട്ട് നാട്ടുകാര് തല്ലി കൊല്ലും. ആരെ?
സക്കീർ ഹുസൈൻ. സക്കീർ പടം മോഹൻലാലിന്റെ 2 പടങ്ങളുടെ കഥയാണ് ഇപ്പൊ പറയുന്നത്. ഇവൻ കിടാരിയാണ് കേട്ടോ. നീരാജ് വെച്ചോ സക്കീർ ഹുസൈൻ. എന്നിട്ട് കാശിനാഥൻ വന്ദേ കാശിനാഥ വന്ദേ ഭാരത്തിൽ പോയത്. കാശിനാഥനോട് കളിക്കണ്ട വന്ദേ മാതരം. എന്ത് കാശിനാഥൻ വന്ദേ മാതരം. വന്ദേ ഭാരതാണ് വന്ദേ വന്ദേ മാതരം ഉറപ്പാണ്. ഈ കഥ എവിടുന്നൊക്കെ ഏതൊക്കെ സിനിമകളുടെ ആയിരുന്നു? അല്ല അതില് ആളുടെ പേര് സക്കീർ ഇന്ദ്രൻ എന്നല്ലേ? എന്ത് ചേർന്ന് പേര് കറക്റ്റ് പറഞ്ഞില്ലേ? പറഞ്ഞ കഥ കറക്റ്റ് ആയിരുന്നല്ലേ? കഥ ഏകദേശം കറക്റ്റ്. കപ്പലിൽ പെഗും കൊടുത്ത് അവന് ഇടിയും കൊടുത്തന്നെ ആണത്ത് വന്നു. കപ്പലിന്ന് ഇറക്കി പെഗും കൊടുത്ത് ഇടിയും കൊടുക്കണതാണ് ആണത്ത്. വല്ലാത്ത ആണത്തുണ്ട് കേട്ടോ. ചുമ്മാതല്ല കഴിഞ്ഞ ആയതുകൊണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അത് വേറെ രീതിയിൽ പറഞ്ഞതേ ഉള്ളു. എന്താണ് പേര്? അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ ഹിന്ദിയിൽ ഒരു നടനുണ്ട്, അറിയാലോ? അതുണ്ട്. എവിടെ നാട്? എൻ്റെ വീട് മൺമുട്ടി. എവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ കോപ്പറേറ്റീവ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി? അങ്ങോട്ട് നോക്ക് കേട്ടോ. ഓഡിയൻസ് അവിടെയാണ്. ഓഡിയൻസ് അവിടെയാണ്. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്താ ശങ്കര, സംഗീത ഉഷാറല്ലേ? കറക്റ്റാണ്. കട്ടപ്പനയില് കട്ടപ്പനയില്ല, കാശിനാഥനെ കട്ടാൻ വേണ്ടി തട്ടാണ്. പറ, അവന്റെ കഥ ഒന്ന് കേക്കട്ടെ. പറ. കാശിനാഥനെ കട്ടാൻ വേണ്ടി പാലക്കാട് നാളെ ഇറങ്ങിയിട്ട് പാലക്കാട്ട് നാളെത്തി മന്ത്രി കസാരയില് ഇരുന്നു കൊണ്ട് അധ്യായം കുറിക്കുന്നു. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അധ്യായം കുറിച്ച് അവര് വെല്ലുവിളിച്ചുകൊണ്ട് നേരിടുകയാണ്. എന്നിട്ട് സംഗീത ഉഷാറല്ലേ മക്കളെ? ഉഷാറാണ്. അല്ല, അവന്റേതായ രീതിയിലാണ് പറയുന്നത്, അത് കൊള്ളാം. പക്ഷെ എന്നിട്ട് അവനാണ് ജനിക്കുന്നത്. അത് എങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്? അവൻ മാസമായിട്ട് നീ എത്തുമ്പോൾ ഞാൻ ആരാകുമെന്ന് അറിയില്ല നിനക്ക്. അത് സത്യമാണ്. മോനെ കാക്ക ശങ്കര കാശ്. പാട്ട് പാടാൻ അറിയാം? പാട്ട് പാടാറിയില്ല, മിമിക്രി ചെയ്യാറില്ല. അപ്പൊ നമുക്കൊരു മിമിക്രിയാണ്, അതാണ് വേണ്ടത്. ശശികലിംഗ സാറിനാണ്. ശശികലിംഗ എന്നാണ് മുമ്പരിക്കല് കേൾക്കുന്ന പ്രസവം കൊച്ചിന്റെ അച്ഛൻ രമേശാണോ ബാബാണോ നിന്നറിയാം. ഡയലോഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നോ പ്രോബ്ലം. എന്റെ കാലിലുള്ള പന്നി അവന്റെ കാലിൽ പ്രകാശ് രാജ് ചെല്ലുണ്ടാ അവരെ ജനലക്ഷയുണ്ടാ വേണ്ടടാ ചെല്ല എല്ലാം ജനലക്ഷ ഇതുണ്ടാ വേണ്ടടാ. ഓക്കെ, ഗണേഷ്. ഓക്കെ, വീട്ടി ഗണേഷ്. ഇയാള് 3 കുഴപ്പമുണ്ട് இருக்கு. அது என்னது அதனால நான் പറയൂല. அப்ப நீ காபின்னு அப்படி நின்று ஸ்ட்ரிக்ட் பண்ண லெஃப்ட் ரைட் படி நொக்கிக்கோ 10 ரூபா பிச்சை கேட்குற அது நெக்க சொன்ன அந்த வாட்ச்மேனுக்கு 100 ரூபாய் கொடுப்பேன். பிளாடி பர்கர் ലാലലക്ഷ്മി ചെറുതായിട്ട് ഞാൻ ഈ അടുത്തേക്ക് പഠിക്കുന്നു. ഇയാളുടെ ഡയലോഗ് പെട്ടെന്ന് പറഞ്ഞുപോയി. ആർക്കറിയാം. പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാം. നിനക്ക് ഞാൻ അതെന്നറിയോ? എന്നൊക്കെ കേട്ടോ. അത് ഞാൻ പാണ്ടിക്കാര്യം പറ. ഓക്കെ, ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. എന്താണ് പേര്? ജസ്ന ജോസ്. ഏത് ക്ലാസ്സിലാണ്? M.Com ഫൈനൽ ഇയർ. നാട്? വരാക്കര. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ഡയലോഗ് പറയാതെ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഞാൻ ആക്ട്
ഇല്ല. അപ്പൊ പാട്ട് പാടും. ഓക്കെ, അപ്പൊ അതാ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരൂർമയാണിൻ്റെ ബാല്യം ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു താനേ കളിയാക്കുമിളനാമ്പുകൾ തളിരാടുന്ന പാടത്തെ തളിരോർമ ബാല്യം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ഞാൻ കൂടുതലൊന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന മനോഹരമായി തന്നെ പാടി. ഓക്കെ, താങ്ക് യു. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താണ് പേര്? ആദിത്യൻ. ആദിത്യൻ. ബീബി. ആദിത്യൻ ബീബി. ആ, എവിടെയാണ് നാട്? പട്ടിക്കാട്. മണ്ണൂത്ത്. മണ്ണൂത്ത് തന്നെ. അപ്പൊ തുടങ്ങാം നമുക്ക്. എന്ത് എന്തെന്നോ ഇത്ര നേരം ഇവിടെ നല്ലായിരുന്നു നീ. അവിടെ എന്നാ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. ഒരു മിനിറ്റ്. അല്ല പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വീട്ടിലൊക്കെ എന്താ കഴിച്ചു രാവിലെ? ഓട്സ് കഴിച്ചത്. ഓക്കെ ഓക്കെ. എന്താ ശങ്കരൻ? ആ 2 വരി നീ ആക്ട് ചെയ്ത് പറഞ്ഞു. ഇതുവരെയ്ക്ക് ഇവിടെ ആരും ആക്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല. ആക്ട് അറിയില്ല. പാട്ട് പാടാൻ അറിയോ? എന്നാ ടങ് ടെസ്റ്റ് പറഞ്ഞല്ലോ. റെഡി അല്ലേ? നോക്കാം. ഏത് വേണം? നീ എന്ന് പറ. അല്ല ഏതേലും. ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ ഏതെങ്കിലും വേണോ? എന്ത്? എന്നാ മുണ്ടി ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളൽ. മുണ്ടിൽ ചെളി പുരളൽ. മുണ്ടിൽ ചെളി പുരളൽ. ഇവരെല്ലാം പഠിച്ചിട്ട് വന്നതാണ്. എന്നാ അതുകൊണ്ടൊന്ന് പറഞ്ഞത് അവർക്കൊരു സമാധാനം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിലെ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത് കറക്റ്റായിട്ട് പറഞ്ഞു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിലെ ഒരു കുണ്ടി. ഇത്രയും പതുക്കെ പറയേണ്ട തെറ്റ് പറ്റുന്നില്ലടാ. ഒരു കിണ്ടി കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിലെ ഒരു കിണ്ടി കുണ്ടിൽ വീണു. വിട്ടോ? താങ്ക് യു. പേരെന്താണ്? അനീഷ. അനീഷ എവിടെയാണ് നാട്? പേരാമംഗലം. ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ തേർഡ് ബികോം. റെഡി, ആക്ഷൻ. ഈ ഡയലോഗ് എന്താ ശങ്കര, സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാനായി പാണ്ടിനാട്ടുന്ന ഒരു ഗുണ്ടയോ? കഷ്ടം തന്നെ. എന്താ മന്ത്രി പൂങ്കാവ? എന്താ മന്ത്രി പൂങ്കാവ? ചെമ്പാവരിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം മാത്രമല്ല അടിക്കുകയും അടിക്കാരെയും കാട്ടുകപ്പലുകളിലെയും കാട്ടുകപ്പലിലെയും ഇമ്പോർട്ട് ചെയ്ത എല്ലാ മലയാളി മാമന്മാർക്കും നമസ്കാരം. എന്താണോ ഈ കാണിക്കുന്നത്? എന്തായിരുന്നു പേര്? കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ എവിടെ നാട്? തൃപ്രയാർ. ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? തേർഡ് ബികോം. ഇപ്പൊ കൃഷ്ണപ്രിയ മനോഹരമായി ആക്ട് ചെയ്യുന്നതായിരിക്കും. റെഡി, ആക്ഷൻ. എന്താ ശങ്കര, ഇപ്പൊ സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാൻ പാണ്ടി നാട്ടേന്ന് കൊണ്ട കഷ്ടം. എന്താ മന്ത്രി പൊങ്കവ? ചെമ്പാവരിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമല്ല അടിക്കാരെയും കാട്ടുകപ്പലും ഇമ്പോർട്ട് ചെയ്യാൻ മാത്രമേ മലയാളി മാമന്മാർ ഹാപ്പി ആവുള്ളൂ. നേർക്ക് നേരെ നിന്ന് പൊരുതുന്നവന് നേർക്ക് നേരെ നിന്ന് പൊരുതുന്നവന് ആവശ്യത്തിന് തല്ലും കൊടുത്ത് കസേര ഇട്ട് ഒപ്പം കസേര ഇട്ടിരുത്തി ഒരു ലാർജും കൊടുത്ത് ലാർജും കൊടുത്ത് വിടാനേ വിടയുള്ളൂ ഈ കാശിനാഥൻ. ആണത്തത്തോടുള്ള ആദരവ്. പക്ഷേ കൂലിത്തല്ലിനും ഇരുട്ടടിക്കും കൂട്ടു നിൽക്കുന്ന നിന്നെ പോലെയുള്ള ചരട് വലിക്കാൻ കൂട്ടു നിൽക്കുന്ന നിന്നെ പോലെയുള്ള ആഭാസന്മാർക്ക് പല പോങ്കന്മാർക്ക് പോഴന്മാർക്ക് മരുന്ന് കാശിനാഥന്റെ കയ്യിൽ വേറെയാണ്. അത് മനസ്സിലായില്ലേ? അല്ല, ശങ്കർദാസ് റിസൈനി, മന്ത്രി
ഓർക്കും. മന്ത്രി ചെറുപ്പുങ്കൽ ശങ്കർദാസ്. ജീവിതം മാറ്റിമറിക്കും, എന്താ? ജാതകം മാറ്റിമറിക്കുന്ന, ജീവിതമല്ല ജാതകം. ജാതകം മാറ്റിമറിക്കുന്നത് ഇത് തുടക്കം മാത്രം. ഇനി കാണാൻ കിടക്കുന്നേ ഇനി. ശങ്കർദാസിന്റെ വീരചരിതം ഇനി നാട്ടുകാരൊക്കെ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും മുഷ്കിൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ സകല പാപങ്ങൾക്കും ദൈവവിധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മോനെ ശങ്കര, മോനെ ശങ്കര, ഇന്ന് നിന്റെ അസ്തമയമാണ്. അത് പറയാനായിട്ട് വന്നതാണ് ഞാൻ. വന്ദേ മാതരം. വേറൊന്നുമില്ല. ശരി, എന്താ വന്ദേ മാതരം. ഓക്കെ, ഇനി സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്താണ് നിങ്ങളുടെ പേര്? അഖില. അഖില. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd ബികോം. നാട് എവിടെയാണ്? ലാലൂര്. ഒളരി. ഒളരി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു എന്ന് പറഞ്ഞേ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു, ഒളരിയിലെ മുരളി കളരി പഠിച്ചു, ഒളരിയിലെ മുരളി കളരി പഠിച്ചു. അത് കാരണം ഒളരിയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ്. നാടിനോടുള്ള സ്നേഹമാണത്. അഭിനയിക്കുന്നതിന് മുന്നേ തന്നെ ഈ മനോഹരമായി ടങ് ട്വിസ്റ്റ് പറഞ്ഞത് കൊണ്ട് ഒരെണ്ണം കൂടെ പറയാം. ഈ നെട്ടൂരാനോടാണോ തന്റെ കളി? ഈ നെട്ടൂരാനോടാണോടോ തന്റെ കളി? ഈ നെട്ടൂരാനോടാ നിന്റെ കളി. ഓക്കെ, ആക്ടിങ്ങിലേക്ക് പോവാം. അത് ഫസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? റെഡി? എന്താ ശങ്കര, ഇപ്പൊ സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാൻ പാണ്ടിനാട്ടിൽ നിന്ന് ഒരു ഗുണ്ടയോ? കഷ്ടം. എന്താ മന്ത്രി പുങ്കവ, ചെമ്പാവരിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമല്ല അടിക്കാരെയും കാട്ടുകപ്പലുകളും ഇമ്പോർട്ട് ചെയ്താലേ മലയാളി മാമന്മാർ ഹാപ്പി ആവൂ. നേർക്കുനേർ പോരാടുന്നവർക്ക് ആവശ്യത്തിന് തല്ലും കൊടുത്ത് അടുത്തിരുത്തി ഒരു ലാർജ് കസേര ഇട്ട് കൊടുത്ത് ഒരു ലാർജ് കൊടുത്തിട്ടേ വിടൂ. അതാണ് കാശിനാഥന്റെ ശീലം. ആണത്തത്തോടുള്ള ആദരവ്. പക്ഷേ കൂലിത്തല്ലിനും ഇരുട്ടടിക്കും ചരട് വലിക്കുന്ന തന്റെ പോലത്തുള്ള പോഴന്മാർക്ക് വേറെ മരുന്നാണ് കാശിനാഥന്റെ കാശിനാഥന്റെ കയ്യില് വേറെയാണ്. ബാക്കി അദ്ദേഹം പറഞ്ഞത് ശരി, അതുകൂടെ പറയണം. തന്റെ പോലുള്ള പോഴന്മാർക്ക് ഉള്ള മരുന്ന് കാശിനാഥന്റെ വേറെയാണ്. അതിപ്പോ മനസ്സിലായില്ലേ? ശങ്കർദാസ് റിസൈനിങ്. മന്ത്രി ചേർത്തുങ്കൽ ശേഖറിന്റെ ശങ്കർദാസിന്റെ ജാതകം മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ വാർത്ത ഇന്നത്തേക്ക് തുടക്കം. ഇന്ന് ശങ്കർദാസിന്റെ വീരചരിതങ്ങൾ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങുന്നു. അധികാരത്തിന്റെയും മുഷ്കിൽ നിന്നോളം നീ ചെയ്ത സകല ഭാവങ്ങൾക്കും ദൈവവിധിക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിന്റെ അസ്തമയമാണ്. അതിരുട്ടു മുമ്പ് ഒന്ന് ഓർത്ത് നോക്കിക്കോളൂ. ഓർമ്മപ്പെടുത്താനാണ് കാശിനാഥൻ വന്നത്. വന്ദേ മാതരം. വന്ദേ ഭാരതം. വന്ദേ മാതരം. എന്ത് സത്യത്തിൽ എന്തുവായിരുന്നു? വന്ദേ ഭാരതാണോ? വന്ദേ മാതരം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അപ്പോൾ ഇനി നമ്മൾ പ്രൈസിന്റെ ടൈമാണ്. അത്യാവശ്യം കുറെ പേരൊക്കെ മനോഹരമായി ചെയ്ത് നല്ല രസമായിരുന്നു. മൊത്തത്തിലൊരു ഓളം ഉണ്ടായിരുന്നു, കുറെ നല്ല കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ചെറിയ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിൽ ഞാൻ ആദ്യം തന്നെ ഒരാൾ വിളിക്കുന്നു. മിസ്റ്റർ ധനഞ്ജയ്. ധനഞ്ജയ് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ കഥയുണ്ടാക്കി പറയുകയൊക്കെ ചെയ്ത ഒരാളാണ്. വളരെ മനോഹരമായിരുന്നു. എല്ലാവരും നമ്മളൊക്കെയും ചിരിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. വസ്ത്ര വ്യാപാര രംഗത്ത് പുത്തൻ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മിൽമിത്ത് ഗാർമെൻറ്റ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ അക്ഷയ് കുമാർ. അക്ഷയ്ക്ക് അത്ഭുതം മാറിയിട്ടില്ല. അക്ഷയ്ക്ക് ഈ പ്രൈസ് തരുന്നത് ആക്ടിങ്ങിനേക്കാൾ ഉപരി മിമിക്രി ചെയ്തതിലാണ്, ഇല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വസ്ത്ര വ്യാപാര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മിൽമത്ത് ഗാർമെൻറ്റ്സിൻ്റെ ഒരു അടുത്തതായിട്ട് വിളിക്കുന്നു അനുപമയ്ക്ക് ഒരു ഉഗ്രം പ്രൈസാണ്. ടൈ അലർജി ഉള്ളവർക്കും നരയുള്ളവർക്കും 100% അലർജി ഇല്ലാത്ത പച്ചമരുന്നിൽ തയ്യാറാക്കിയ ഒരു ഹെയർ ഓയിലാണ് അച്യുത് വേദിക്ക് നൽകുന്ന ഗിഫ്റ്റ്. അപ്പോൾ അത് വീട്ടിൽ ആർക്കെങ്കിലും കൊടുത്താൽ മതി, ഇദ്ദേഹത്തിന് നരയില്ലെന്നറിയാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇവിടെ വേദിയിൽ ആദ്യം ഒരാൾ വരിക എന്നുള്ളൊരു ഗട്ട്സാണ്. അതിന് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പ്രൈസാണ് മിസ്റ്റർ അഭിരാം. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റാണ് കേട്ടോ. കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃശ്ശൂർ വളരെ മനോഹരമായ കുട്ടികളായിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു. തൽക്കാലം നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത കോളേജിൽ നമ്മൾ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.